ഇന്നലെ പ്രധാനമന്ത്രി ഹൈവേൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഉദ്ഘാടനത്തിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ ക്ഷണിച്ചില്ല എന്നുള്ള ഒരു കോൺട്രവേഴ്സി വന്നിരുന്നു. എന്താണ് ഈ കോൺട്രവേഴ്സിയിൽ വല്ല കാര്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം എടുത്തു നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2001 ആ കാലഘട്ടങ്ങളിൽ തുടങ്ങിക്കൊണ്ട് നമ്മുടെ ഹൈവേൻ്റെ പണി വേണം എന്ന് പറയല്. നമ്മൾ അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത് ഹൈവേക്ക് 45 മീറ്റർ പറ്റില്ല, 30 മീറ്ററേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇതിനെ തട്ടുപുട്ട് നയങ്ങൾ നിരത്തിയിട്ട് അത് അന്ന് വരാത്ത അവസ്ഥയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് നമ്മളെ കോൺഗ്രസ് സർക്കാർ വന്ന സമയത്ത് വീണ്ടും 45 മീറ്ററിൻ്റെ ചർച്ച വന്നു. വീണ്ടും അത് പറ്റില്ല എന്നുള്ള രീതിയിൽ സർവകക്ഷി തീരുമാനങ്ങൾ വന്നു. അതും തട്ടി നീക്കി. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് വയൽക്കിളി, എന്നാൽ പാടത്തു കൂടി ഈ ഹൈവേ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു പരിപാടി നടന്നു കണ്ണൂർ. അതിൽ എല്ലാ രാഷ്ട്രീയക്കാരും BJP, കോൺഗ്രസ്, ഇടതുപക്ഷം എല്ലാവരും ഇതിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയതും അറിയാം. അപ്പോൾ കേരളത്തിൽ ഒരു ഹൈവേ വരുന്നതിൽ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും, ഒരു രാഷ്ട്രീയക്കാരും മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും എതിരായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയം നോക്കുന്നതും ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വികസനത്തിന് എതിരെ കേരള രാഷ്ട്രീയത്തിൽ വരുന്ന എല്ലാവർക്കും ബാധ്യത ഉണ്ട് എന്നുള്ളത് അറിയാം. എന്നാൽ പൊതുജനങ്ങളുടെ അവസ്ഥ എന്താണ്? പൊതുജനങ്ങൾക്ക് ആവശ്യം വികസനമാണ്. എന്തുകൊണ്ട് പൊതുജനങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടതായിട്ട് വന്നത്? പൊതുജനങ്ങൾക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള പൈസ ഗവൺമെൻറ് കൊടുക്കാത്തത് കൊണ്ടാണ് അവർ സ്ഥലം കൊടുക്കാൻ തയ്യാറാവാത്തത്. ഇനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുക. പല ആൾക്കാർക്കും പൈസ കിട്ടാത്ത അവസ്ഥ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജനങ്ങൾ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നത്. എന്നാലും നിയമങ്ങൾ മാറി സ്വർണ്ണവില കൊടുക്കാമെന്ന് പറഞ്ഞു, 2 ഇരട്ടി 3 ഇരട്ടി പൈസ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പൊതുജനങ്ങൾ തന്നെയല്ലേ ഇത് വിട്ടുകൊടുത്തത്? എന്തിനു വിട്ടുകൊടുത്തു പൊതുജനങ്ങൾക്ക് പൈസ കിട്ടിയപ്പോൾ വികസനത്തിന് ഒരു എതിരുമില്ല, എല്ലാവരും അത് വിട്ടുകൊടുത്തു. എന്താവശ്യത്തിന്? നമ്മളെ വികസനം നമ്മളെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, നമ്മളെ കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇത് കണ്ടിട്ടാണ് പൊതുജനങ്ങൾ വിട്ടുകൊടുത്തത്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഏത് ഭരണക്കാർ വന്നിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നോ എന്ന് പറയുന്നതല്ല ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങളുടെ നികുതിപ്പണമാണ് ഇവർ എടുത്തു കൊടുക്കുന്നത്, അല്ലാതെ ഇവരാരും തറവാട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല. അത് കേന്ദ്രമായാലും കേരളമായാലും അങ്ങനെ തന്നെയാണ്. കേന്ദ്രത്തിലേക്ക് കിട്ടുന്ന പൈസയും പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ടാക്സ് തന്നെയാണ്. ഈ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് രാജ്യത്തിൻ്റെ പുരോഗമനങ്ങളും പാലും എല്ലാ കാര്യങ്ങളും, റോഡ്, പാലം, ഗതാഗത സൗകര്യങ്ങൾ, മെട്രോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ കൊടുത്ത പൈസയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇവരാരെയും വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പൊതുജനങ്ങൾക്ക് ആവശ്യം എന്താണ്? വികസനമാണ് ആവശ്യം. ഈ വികസനങ്ങൾ ഇനി ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ കേന്ദ്രമാണ് ചെയ്തതാണ്, കേരളമാണ് ചെയ്തത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ഒന്നേ അറിയേണ്ട ആവശ്യമുള്ളൂ, വികസനങ്ങൾ മാത്രമാണ് ആവശ്യം. ഈ ആവശ്യങ്ങൾ മാത്രമേ ഗവൺമെൻറ് ചെയ്തത് നോക്കുന്നുള്ളൂ. ഇതിനനുസരിച്ചിട്ട് തന്നെയാണ് വോട്ട് കിട്ടുക. അത് കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടും. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടും. ഇനി കേന്ദ്രമായിരുന്നു ചെയ്തിരുന്നത് എങ്കിൽ അതിനനുസരിച്ചിട്ട് വോട്ട് കിട്ടും. ഇവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു 50% കൂടുതൽ ആൾക്കാർ കേരളത്തിലുണ്ട്. അത് ആദ്യം രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം. ഇക്കുറിത്തെ ഇലക്ഷൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് 2 കക്ഷികൾ, ഇപ്പോൾ 3 കക്ഷികൾ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനു വേണ്ടിയിട്ട് പിടിവലി കൂടുന്നതും പൊതുജനങ്ങളെ കഴുതയാക്കുന്നതും ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിർത്തണം.